IPLിൻ്റെ 18ാം സീസണിൽ തുടക്കം പാളിയ സെഷൻ ടൂർണമെൻറ്റിലേക്ക് ഗംഭീര തിരിച്ചുവരവ് നടത്തിയ ടീമാണ് 5 തവണ ജേതാക്കളായ മുംബൈ ഇന്ത്യൻസ്. പതിയെ തുടങ്ങി പിന്നീട് കത്തിക്കയറുന്ന മുംബൈയുടെ രീതി നേരത്തെയും ടൂർണമെൻറ്റിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഈ സീസണിലും അവർ അതുതന്നെയാണ് ആവർത്തിച്ചത്. ടൂർണമെൻറ്റിൻ്റെ ഒരു ഘട്ടത്തിൽ 9ാം സ്ഥാനത്തേക്ക് വീണ മുംബൈക്ക് ഇനിയൊരു തിരിച്ചുവരവ് സാധ്യമാണോ എന്ന് പോലും പലരും സംശയിച്ചിരുന്നു. എന്നാൽ തുടർച്ചയായ 6 ജയങ്ങളുമായാണ് മുംബൈ ടീം ഇവരുടെ സംശയങ്ങൾ തീർത്തുകൊടുത്തത്. ഇനി 6ാം കിരീടത്തിൽ കുറഞ്ഞതൊന്നും അവർ സ്വപ്നം കാണുന്നില്ല. ടൂർണമെൻറ്റ് ശനിയാഴ്ച പുനരാരംഭിക്കാനിരിക്കെ മുംബൈക്കും എങ്ങനെ പ്ലേ ഓഫിലേക്ക് യോഗ്യത നേടാമെന്നും നോക്കാം. IPL പോയിന്റ് പട്ടികയിൽ ഇപ്പോൾ 4ാം സ്ഥാനത്ത് നിൽക്കുകയാണ് മുംബൈ ഇന്ത്യൻസ്. പക്ഷേ ടോപ്പ് 4ൽ നിന്നും അവർ എപ്പോൾ വേണമെങ്കിലും പുറത്തായേക്കാം. അതുകൊണ്ട് തന്നെ ശേഷിച്ച 2 കളിയും മുംബൈക്ക് ഏറെ പ്രധാനപ്പെട്ടതാണ്. 11 മത്സരങ്ങളിൽ നിന്നും 14 പോയിൻ്റാണ് ഇപ്പോൾ മുംബൈയുടെ സമ്പാദ്യം. 1.156 എന്ന മികച്ച റൺ റേറ്റോടെയാണിത്. 7 മത്സരങ്ങളിലാണ് ഹാർദിക് പാണ്ഡ്യയ്ക്ക് സംഘത്തിനും വിജയിക്കാനായത്. 5 എണ്ണത്തിൽ തോൽവി വഴങ്ങുകയും ചെയ്തു. സീസണിലെ ആദ്യ 5 മത്സരങ്ങളിൽ 4ലും മുംബൈ പരാജയം വഴങ്ങിയിരുന്നു. അതിനുശേഷമാണ് തുടർച്ചയായ 6 ജയങ്ങളുമായി മുംബൈ പടയോട്ടം നടത്തിയത്. ഒടുവിൽ അവസാന കളിയിൽ ഗുജറാത്ത് ടൈറ്റൻസാണ് മുംബൈയുടെ കുതിപ്പിന് ബ്രേക്കിട്ടത്. ഡക്വർത്ത് ലൂയിസ് നിയമപ്രകാരം മുംബൈ 3 വിക്കറ്റിന് കീഴടങ്ങുകയായിരുന്നു. ഈ സീസണിലെ IPLിൽ ഇനി വെറും 2 മത്സരങ്ങൾ ബാക്കി നിൽക്കെ മുംബൈ ഇന്ത്യൻസിനും എങ്ങനെ പ്ലേ ഓഫിലെത്താമെന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഈ മാസം 21-ന് ഡൽഹി ക്യാപിറ്റൽസും 26-ന് പഞ്ചാബ് കിങ്സ് എന്നിവർക്കുമെതിരെയാണ് മുംബൈയുടെ ഇനിയുള്ള 2 മത്സരങ്ങൾ. ഇവ രണ്ടും കടുപ്പം തന്നെയായിരിക്കും. ഡൽഹി ക്യാപിറ്റൽസിനെയും പഞ്ചാബ് കിങ്സിനെയും ശേഷിച്ച മത്സരങ്ങൾ തോൽപ്പിക്കാനായാൽ 18 പോയിൻറ്റുമായി മുംബൈക്ക് പ്ലേ ഓഫിൽ സ്ഥാനമുറപ്പിക്കാം. എന്നാൽ പോയിന്റ് പട്ടികയിൽ അവരുടെ സ്ഥാനം തീരുമാനിക്കുക ആദ്യ 2 സ്ഥാനത്തിലുള്ള ഗുജറാത്ത് ടൈറ്റൻസ്, റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു ടീമുകളുടെ ഇനിയുള്ള മത്സര ഫലമായിരിക്കും. 2 ടീമുകൾക്കും പരമാവധി 22 പോയിന്റ് വരെ സീസണിൽ നേടാൻ സാധിക്കും. അതേസമയം ശേഷിച്ച 2 മത്സരങ്ങളിൽ ഒന്നിൽ ജയിക്കുകയും മറ്റൊന്നിൽ തോൽക്കുകയും ചെയ്താൽ പ്ലേ ഓഫിനായി മുംബൈക്ക് മറ്റു മത്സര ഫലങ്ങളെ കൂടി ആശ്രയിക്കേണ്ടതായി വരും. 16 പോയിൻ്റാണ് അപ്പോൾ മുംബൈയുടെ പക്കൽ ഉണ്ടാവുക. DCക്കെതിരെ മുംബൈ ജയിക്കുകയും DCയെ പഞ്ചാബ് വീഴ്ത്തുകയും ചെയ്താൽ പരമാവധി 15 പോയിൻ്റാണ് DCക്ക് ലഭിക്കുക. അങ്ങനെ വന്നാൽ 16 പോയിൻ്റുള്ള മുംബൈക്കും 4ാം സ്ഥാനക്കാരായി പ്ലേ ഓഫിൽ കിടക്കാം. എന്നാൽ പഞ്ചാബിനെതിരെ മുംബൈ ജയിക്കുകയും DCയോട് തോൽക്കുകയും ചെയ്താൽ കാര്യങ്ങളാകെ മാറ്റം വരും. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ പഞ്ചാബിനെതിരെ DC ജയിക്കേണ്ടത് മുംബൈക്കും ആവശ്യമാണ്. അപ്പോൾ DCക്ക് 17ഉം മുംബൈക്ക് 16 പോയിൻ്റാവും. 4ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത് അവർ പ്ലേ ഓഫിലേക്ക് ടിക്കറ്റ് വാങ്ങും. അതേസമയം ശേഷിച്ച 2 കളിയിലും തോറ്റാൽ ടൂർണമെൻറ്റിൽ നിന്നും മുംബൈ പുറത്താവും. 5ാം സ്ഥാനത്ത് മാത്രമേ അവർക്ക് ഫിനിഷ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ.